രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള മാപ്പും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ എന്ന ആശയത്തിലേക്ക് വന്നത്. എൻ്റെ ഭൂമി എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. ഈ ഭൂമി എൻ്റെ ഭൂമി എന്ന പോർട്ടൽ നിലവിൽ വരുന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം, വില്ലേജുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സൗകര്യം ഇനി ഈ 3 പോർട്ടലുകളിൽ നിന്ന് ഒരു സാധാരണ മലയാളി അവൻ്റെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട മുഴുവൻ വിവരങ്ങളും 14ഓളം വിവരങ്ങൾ, അതിൻ്റെ എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സിൻ്റെ റെക്കോർഡുകൾ, തണ്ടപ്പേരുമായി ബന്ധപ്പെട്ട വിശദീകരണം, ലൊക്കേഷനും സ്കെച്ചും എവിടെയാണെന്ന വിവരം, ഇതിൻ്റെ ഷെഡ്യൂൾ, ഇങ്ങനെ തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നറിയേണ്ട 14 വിവരങ്ങൾ നേരിൽ കണ്ട് നമുക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ തുടർന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ക്രയവിക്രയത്തിനും ഒരു തട്ടിപ്പിനും വഴി ഉണ്ടാകില്ല എന്ന നിലവാരത്തിലാണ് ഈ സംഗതിയിലേക്ക് കടന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ എന്ന ആശയം കേരള മോഡൽ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കേരള മോഡൽ ഉണ്ടാക്കിയ കേരളം ഭൂമിയുടെ രേഖകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു 2ാം പതിപ്പായി ഡിജിറ്റൽ റീസർവേ കാണുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ.